2011 മുതൽ തുടരുന്ന മമതാ ബാനർജി സർക്കാരിനെ അട്ടിമറിച്ചാണ് BJP പശ്ചിമ ബംഗാളിൻ്റെ ഭരണം പിടിച്ചത്. ഭവാനിപ്പൂരിൽ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ അതൊരു അട്ടിമറിയായിരുന്നുവെന്ന് പറയാം. മമത പറയുന്നത് പോലെ BJPയുടെ വിജയം കൃത്രിമമാണോ? SIR നടപടികളിലൂടെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഒഴിവാക്കിയാണ് BJP അധികാരം പിടിച്ചെടുത്തതെന്ന മമതയുടെ വാദത്തിൽ കഴമ്പുണ്ടോ? പരിശോധിക്കാം. ഇതിലാദ്യം പരിശോധിക്കേണ്ടത് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകളാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഏകദേശം 90 ലക്ഷത്തോളം വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഇതിൽ 60 ലക്ഷത്തിലധികം പേരെ മരണം, സ്ഥിരതാമസം മാറൽ, ഇരട്ടിപ്പ്, വിലാസത്തിൽ ഇല്ലാത്തവർ എന്നീ കാരണങ്ങൾ ചൂണ്ടിയാണ് ഒഴിവാക്കിയത്. അതേസമയം 27 ലക്ഷം പേരെ സംശയ പട്ടികയിൽ ഉൾപ്പെടുത്തി മാറ്റി നിർത്തുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചെങ്കിലും 2000-ൽ താഴെ ആളുകളെ മാത്രമാണ് പട്ടികയിൽ തിരിച്ചു ചേർക്കാനായതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 169 മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിലും 25,000-ലധികം പേരാണ് ഇത്തരത്തിൽ പട്ടികയ്ക്ക് പുറത്തായതെന്നാണ് കണക്കുകൾ. 2021-ലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ഈ 169 മണ്ഡലങ്ങളിൽ 128 എണ്ണത്തിൽ തൃണമൂൽ കോൺഗ്രസും 41 എണ്ണത്തിൽ BJPയുമാണ് വിജയിച്ചിരുന്നത്. 2026-ലേക്ക് എത്തുമ്പോൾ ഈ മണ്ഡലങ്ങളിൽ BJP 104 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് 63 സീറ്റുകളിലും കോൺഗ്രസ് 2 ഇടത്തും വിജയിച്ചു. 5000 വോട്ടുകളെങ്കിലും നീക്കിയ 187 സീറ്റുകളിൽ 119 എണ്ണത്തിലും ഇത്തവണ ജയിച്ചത് BJPയാണ്. മധുവ, മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലും തൃണമൂലിൻ്റെ ഉറച്ച കോട്ടകളിലും വലിയ തോതിൽ വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായി. ബോങ്കോണും നാദിയയും അടക്കം മധുവ വിഭാഗം നിർണായക ശക്തിയായ മേഖലകളിൽ 1.2 ലക്ഷം വോട്ടർമാരെയാണ് ഇത്തരത്തിൽ നീക്കിയത്. ഇവിടെയെല്ലാം ഇത്തവണ BJP കരുത്തരാകുന്നതായിരുന്നു കാണാനായത്. പശ്ചിമബംഗാളിൽ BJP വിജയിച്ച 105 സീറ്റുകളിലെ ഭൂരിപക്ഷം SIRന് ശേഷം വെട്ടിമാറ്റിയ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ കുറവാണ്. ഇതിൽ 86 എണ്ണത്തിൽ BJP ആദ്യമായാണ് വിജയിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. പശ്ചിമബംഗാളിൽ SIR നടപ്പാക്കിയതോടെ വോട്ടർ പട്ടികയിൽ 12% കുറവുണ്ടായത്. ഗുരുതരമായ കണക്കുകളാണ് തൃണമൂൽ മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന മമതയുടെ മണ്ഡലമായ ഭവാനിപ്പൂരിൽ വെട്ടിയതും സംശയ പട്ടികയിൽ ഉൾപ്പെടുത്തിയതുമായി കുറഞ്ഞത് 51,000-ലധികം വോട്ടുകളാണുള്ളത്. മണ്ഡലത്തിൽ മമത തോറ്റതാകട്ടെ 15,105 വോട്ടിനും. മമത സർക്കാരിൽ മന്ത്രിയായിരുന്ന അനൂപ് ബിശ്വാസ് മത്സരിച്ച ടോളിഗഞ്ചിൽ നിന്ന് നീക്കിയത് 37,889 വോട്ടുകളാണ്. ഇവിടെ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം 6,013 വോട്ടുകളാണ്. ഇനി മറ്റൊരു കേസ് പരിശോധിക്കാം. ഇത്തവണ BJP വിജയിച്ച മണ്ഡലമാണ് ബങ്കുര ജില്ലയിലെ ഇൻഡസ് സീറ്റ്. 2021-ലും BJP അത് നേടിയിരുന്നു. എന്നാൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ ഇവിടെ BJPയേക്കാൾ 9,000 വോട്ടിൻ്റെ ലീഡ് നേടിയിരുന്നു. പിന്നീട് SIR നടപ്പിലായി. ആകെ 7,515 വോട്ടർമാരെ നീക്കം ചെയ്തു. ഇത്തവണ ഇവിടെ BJP വീണ്ടും 900 വോട്ടുകൾക്കാണ് വിജയിച്ചത്. തൃണമൂലിൽ നിന്ന് BJP പിടിച്ചെടുത്ത 86 സീറ്റുകളിലും ഭൂരിപക്ഷം SIRൽ വെട്ടിമാറ്റപ്പെട്ട വോട്ടുകളേക്കാൾ കുറവാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. SIRന് ശേഷം ജാദവ്പൂരിലെ പട്ടികയിൽ നിന്ന് ആകെ 56,000-ലധികം പേരെ വെട്ടിമാറ്റിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത്തവണ BJP ഇവിടെ വിജയിച്ചത് 27,716 വോട്ടുകൾക്കാണ്. തൃണമൂലിൽ നിന്നുള്ള സിറ്റിംഗ് MLAക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 20,000 വോട്ടുകളുടെ കുറവുണ്ടായി. അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തായവരിൽ 60 ലക്ഷം പേർ മരിച്ചവരോ ഇരട്ട വോട്ടുകളുള്ളവരോ സ്ഥലം മാറിപ്പോയവരോ ആണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം. എന്നാൽ ഇതിൽ ഗുരുതര പാളിച്ചകളുണ്ടെന്നാണ് TMC നേരത്തെ മുതൽ ആരോപിക്കുന്നത്. മരിച്ചവരെന്ന് മുദ്രകുത്തിയ പലരെയും മാധ്യമങ്ങൾക്ക് മുൻപിൽ TMCക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അഡ്ജുഡിക്കേഷൻ നടപടികൾക്ക് പിന്നാലെ 27 ലക്ഷം പേരെയാണ് സംശയ പട്ടികയിൽ ഉൾപ്പെടുത്തി മാറ്റി നിർത്തിയത്. ഇവർക്ക് ഇത്തവണ വോട്ടവകാശമില്ലായിരുന്നു. 25 മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ മാറ്റി നിർത്തിയവരുടെ എണ്ണത്തേക്കാൾ കുറവാണ് BJP സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്നുകൂടെ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂനപക്ഷ വിഭാഗം ശക്തമായ സ്ഥലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലും വോട്ട് നീക്കൽ നടപടികളിലൂടെ BJP വിജയത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്തുവെന്നാണ് TMCയുടെ ആരോപണം. പശ്ചിമ ബംഗാളിലെ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയെയും വെല്ലുവിളിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി. തൃണമൂൽ സർക്കാരിൽ ആരോഗ്യ കുടുംബക്ഷേമകാര്യ മന്ത്രിയായിരുന്ന ചന്ദ്രിമ ഭട്ടാചാര്യയും ഇത്തവണ ഇതേ ആവശ്യവുമായി കോടതിയിലെത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് മുതൽ SIRലെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടി നീക്കിയതുവരെ കോടതിക്ക് മുൻപിൽ ഉയർത്തിക്കാട്ടപ്പെടുമെന്നാണ് കരുതുന്നത്.
ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അത് അട്ടിമറിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെറുക്കപ്പെടണം, തിരുത്തപ്പെടുകയും പ്രതിരോധിക്കപ്പെടുകയും ചെയ്യണം. പശ്ചിമ ബംഗാളിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയേ തീരൂ.